10 വർഷത്തോളം ദുബായിലെ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം സ്വദേശി നൌഷാദ് കഴിഞ്ഞ 4 വർഷമായി വീടുമായി യാതൊരു ബന്ധവും പുലർത്തുന്നില്ല. ഏക മകന് നൌഷാദിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആകെ വേവലാതിയിലാണ് ഈ വാപ്പയും ഉമ്മയും. അവരവസാനം എത്തിയിരിക്കുന്നത് പ്രവാസ ലോകത്തിലാണ്. അവരോട് തന്നെ ചോദിച്ചറിയാൻ നൌഷാദിന് എന്താണ് സംഭവിച്ചതെന്ന്. നൌഷാദ് ഇപ്പോൾ എത്ര കൊല്ലമായി നാട് വിട്ടു? 10 വർഷമായി. 10 വർഷമായി. കല്യാണം കഴിച്ചിട്ടുണ്ടോ? പൈസ ആദ്യം അയച്ചു തരുമായിരുന്നു. കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര വയസ്സെന്ന് പറഞ്ഞു? ഇപ്പം 27 വയസ്സായുള്ളൂ. 27 വയസ്സായുള്ളൂ. അപ്പോൾ 17 വയസ്സിൽ പോയോ? 17 വയസ്സ് പാസ്പോർട്ട് കൂട്ടിച്ചെടുത്തു, പൈസ കൂട്ടിച്ചെടുത്തു. അവിടെ മുനിസിപ്പാലിറ്റിയിലായിരുന്നു ജോലി. കാശൊക്കെ അയച്ചിരുന്നോ? അന്ന് പൈസ അയക്കുമായിരുന്നു. എത്ര കൊല്ലം? 5 വർഷമായിട്ടോ പൈസ ഇല്ല. ഒന്നുമില്ല. വിവരവും ഇല്ല. ഒരു വിവരവും ഇല്ല. ഫോൺ ചെയ്യത്തൊന്നുമില്ല. എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്? എനിക്ക് 2 പേര്, ഒരു മോനും ഒരു മോളും. നിങ്ങൾക്ക് എന്താ ജോലി? എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല, സുഖമില്ല, കാലുവേദന. സൗദിയിലായിരുന്നു കുറച്ചാൾ. അതെ. അപ്പോൾ എന്താണിത് ഇങ്ങനെ വരാൻ കാരണം? അതിൻ്റെ കാര്യം എന്തുവാന്ന് അറിഞ്ഞൂടെ. ദുബായിലായ കാരണം വേഗം അന്വേഷിക്കാമല്ലോ. അവിടെയുള്ള പിള്ളേരൊക്കെ വല്ലപ്പോഴും കാണുമെന്ന് പറയുന്നു. ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ നൌഷാദ് ഒന്നും പറയുന്നില്ല. ഇല്ല, മുണുങ്ങി നടത്തും. ഇവരെ കണ്ടാൽ പിന്നെ അവിടെ വയ്ക്കത്തില്ല, അവിടെ നിന്ന് മാറിക്കളയും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ ആൾക്ക്? കുഴപ്പമൊന്നുമില്ല. ഇവിടെ അസുഖമല്ലേ ചോദിച്ചു ഞാൻ. എന്തെങ്കിലും അതായത് വല്ല കൂട്ടുകെട്ടിൽ പെട്ടുപോയോ? ഇവിടെ വെച്ചൊന്നും ഇല്ലായിരുന്നു. അവിടെ പോയപ്പോൾ അങ്ങനെ വല്ലതും കേട്ടോ? നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല? ഇല്ല, ഫോൺ എടുക്കത്തില്ല. നിങ്ങളെ ബന്ധുക്കൾ കാണുമ്പോഴൊക്കെ ഒഴിഞ്ഞു വെച്ച് പോകും. അത് തന്നെ. ഇപ്പം എവിടെ ജോലി എന്ന് അറിയില്ല. ഇപ്പം അറിഞ്ഞൂടാ അവിടെ ആ ജോലിയൊന്നും. എത്ര പേര് പഠിച്ചിട്ടുണ്ട്? പക്ഷെ അത് 10 വരെ. 8ാം ക്ലാസ് വരെ പോയി. അവിടെ നിങ്ങൾ പലരോടും അന്വേഷിച്ചിട്ടുണ്ട് ദുബായിലൊക്കെ? നിങ്ങൾ അത്യാവശ്യം അതൊക്കെ ഉള്ള ആളാണ്. പിന്നെ ഈ കരുനാപ്പള്ളിലുള്ള സാനവാസിനെ വിളിച്ച വിവരങ്ങളെല്ലാം അറിയുന്നത്. ആരാ? കരുനാപ്പള്ളി ഇവരുടെ കൂടെ പോയാ അവനെന്താ പറയണത്? ഇപ്പം അവൻ്റെ കൂടെ ഇല്ല, ചാടിപ്പോയെന്ന് പറഞ്ഞു. ഇടയ്ക്ക് വെച്ച് പറയും അടുത്തൊരു കടയിലുണ്ട്. നമ്പർ ചോദിക്കുമ്പോൾ പറയും നെറ്റ് വഴി എവിടേക്ക്. ആള് ദുബായിലുണ്ട് അല്ലേ? സംശയമില്ല. കണ്ടവരുണ്ട്. ദുബായിലെ പ്രവാസ ലോകം പ്രവർത്തകരോടും പ്രേക്ഷകരോടാണ്. നൌഷാദ് ദുബായിൽ ചുറ്റിത്തിരിങ്ങി അവിടെ നടക്കുന്നുണ്ട്. വീട്ടിലേക്ക് വിളിക്കില്ല. 5 വർഷമായിട്ടൊരു വിവരമില്ല നൌഷാദിൻ്റെ. എന്തിനാ നൌഷാദെ ഈ പണിക്ക് പോകുന്നത്? എന്തപ്പം അതിനൊരു മാത്രം കാരണം ഉണ്ടായി? ജോലി ഉണ്ടായിരുന്നു മുനിസിപ്പാലിറ്റി, വളരെ ചെറുപ്പത്തിൽ പോയി, വയസ്സ് കൂട്ടി വെച്ച് പോയി. എന്നിട്ട് നാട്ടിലേക്ക് ഇപ്പോൾ ഒരു വിവരമില്ല. ഉപ്പയും ഉമ്മയും ഇവിടെ സ്റ്റുഡിയോയിൽ തിരഞ്ഞു വന്നിരിക്കുന്നു. വളരെ വേഗത്തിൽ എങ്ങനെ നാട് പിടിക്കാതെ നോക്ക്. നാട്ടിലേക്ക് ഒരു ഫോൺ വിളിക്കാൻ നിന്നെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ വീട്ടുകാർ? വളരെ ചെറുപ്പമല്ലേ, വിവാഹപ്രായമായിരിക്കണു, കല്യാണം കഴിക്കേണ്ട സമയമായിരിക്കണു. കല്യാണം കഴിക്കല്ലേ വന്ന അല്ലേ? വന്നാൽ കല്യാണം കഴിക്കണം. അവിടെ ഉണ്ടെന്നുള്ളത് എല്ലാവരും പറയുന്നത്. കാണുമ്പോൾ ഒളിച്ചു പോവുക അത്ര ആളുകളെ കാണുമ്പോൾ, സുഹൃത്തുക്കളെയും നാട്ടുകാരൊക്കെ കാണുമ്പോൾ. എന്താ അതിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യം എന്താ? ഉപ്പാക്കൊക്കെ ഇങ്ങോട്ട് കയറി വരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത്. മുട്ടുവേദനയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ബുദ്ധിമുട്ടിച്ച് നിൽക്കേണ്ട കാലം നിങ്ങളെ പോറ്റി വളർത്തിയ ആളുകളോട് ഒരു മര്യാദ ഒക്കെ വേണ്ടുള്ളൂ. ഒന്ന് വിളിച്ചാൽ എന്താ? കാശയക്കണ്ട, പോട്ടെ. 5 വർഷമായില്ലേ ഒരു വിവരവും വീട്ടിലേക്ക് അറിയിച്ചിട്ട്. ആളുകളെ കാണുമ്പോൾ ഒളിച്ചോടുക, ഇതാക്കുക. നിങ്ങളൊരു സ്നേഹിതനോട് വിളിച്ച് പറയുമ്പോൾ പറയാം ഇടയ്ക്ക് കാണില്ല എന്ന് പറയണം. അപ്പോൾ കഴിയുന്നതും വേഗം നാട്ടിലെത്താൻ നോക്കുക പ്ലീസ്. അതാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങളോട്. എങ്ങനെയെങ്കിലും അതിവേഗം നാട് പിടിക്കാൻ നോക്കുക. നൌഷാദിനെ കണ്ടെത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ പ്രവാസ ലോകത്തെ ബന്ധപ്പെടുക, അദ്ദേഹത്തെ ഉപദേശിക്കുക നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നൌഷാദ് സ്വയം തിരുത്തുക, അതാണ് ഏറ്റവും നല്ലത്. നൌഷാദ് അവനവനാണ് തിരുത്തേണ്ടത്. നൌഷാദ് നാട്ടിലേക്ക് പോവാം. ശരി, നമുക്ക്